ബി.ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തും ജോലി സാധ്യതകൾ എന്തെല്ലാം? നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ബി.ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അഥവാ ട്രിപ്പിൾ ഇ കഴിഞ്ഞാൽ ലഭിക്കുന്ന ജോലി അവസരങ്ങളും ശമ്പളവും കുറിച്ചാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ഒന്നാണ്. വൈദ്യുതി ഉൽപ്പാദനം, ട്രാൻസ്മിഷൻ, ഓട്ടോമേഷൻ, ഇലക്ട്രോണിക്സ്, ഇ.വി, റിന്യൂവബിൾ എനർജി തുടങ്ങി നിരവധി മേഖലകളിൽ ജോലി ലഭ്യമാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ നിയമിക്കുന്ന പ്രധാന കമ്പനികൾ സീമെൻസ്, എ.ബി.ബി, സ്കീഡർ ഇലക്ട്രിക്, എൽ&ടി, ടാറ്റ പവർ, എൻ.ടി.പി.സി, ബി.എച്ച്.ഇ.സി, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയവയാണ്. ഫ്രഷേഴ്സിന് സാധാരണയായി വർഷത്തിൽ 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ രൂപ ശമ്പളം ലഭിക്കും. പി.എസ്.യു കമ്പനികളിൽ ഗേറ്റ് വഴി പ്രവേശനം ലഭിച്ചാൽ 10 ലക്ഷം മുതൽ 14 ലക്ഷം വരെ രൂപ വാർഷിക ശമ്പളം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കും വലിയ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് യു.എ.ഇ, സൗദി അറേബ്യ, കാനഡ, ഖത്തർ, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പവർ സിസ്റ്റംസ്, ഓട്ടോമേഷൻ, റിന്യൂവബിൾ എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാർക്ക് ആവശ്യകത കൂടുതലാണ്. വളരെയധികം ഇ.വി, സോളാർ എനർജി, പി.എൽ.സി, എസ്.സി.എ.ഡി.എ, ഓട്ടോമേഷൻ, സെമി കണ്ടക്ടർ മേഖലകളിൽ സ്കിൽ നേടിയവർക്ക് കൂടുതൽ അവസരങ്ങളും ഉയർന്ന ശമ്പളമുള്ള ജോലിയും ലഭിക്കുന്നു. അതിനാൽ ബി.ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുത്താൽ ജോലി സാധ്യത കുറവാണ് എന്ന ധാരണ തെറ്റാണ്. ശരിയായ സ്കിൽസും പ്രായോഗിക പരിചയവും നേടിയാൽ ഇന്ത്യയിലും വിദേശത്തും മികച്ച കരിയർ നേടാൻ കഴിയും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം.